വിശുദ്ധ റമദാനിന്റെ പുണ്യങ്ങൾ പൂർണ്ണമായി ലഭിക്കാതെ പോകുന്ന 3 വിഭാഗം ആളുകളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1. നോമ്പുണ്ട്, പക്ഷേ നിസ്കാരമില്ലാത്തവർ. നോമ്പനുഷ്ഠിക്കുമ്പോഴും നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവർക്ക് ഈ പുണ്യമാസം നഷ്ടമാകുമെന്നാണ്. കാരണം പരലോകത്ത് അല്ലാഹുവിങ്കൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന കർമ്മം നിസ്കാരമാണ്. നിസ്കാരമില്ലാത്ത നോമ്പ് ആത്മാവില്ലാത്ത ശരീരം പോലെയാണ്. 2. പരദൂഷണവും ഏഷണിയും പറയുന്നവർ. ജനങ്ങൾക്കിടയിൽ പരദൂഷണവും ഗീബത്ത് ഏഷണിയും പറഞ്ഞു നടക്കുന്നവർ സൂക്ഷിക്കുക. അസത്യവർത്തമാനങ്ങളിൽ നിന്നും മോശമായ സംസാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാത്തവൻ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് മാത്രം അവന്റെ നോമ്പ് അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 3. മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവർ. സ്വന്തം മാതാപിതാക്കളോട് പിണങ്ങിയും അവരെ വേദനിപ്പിച്ചും കഴിയുന്നവർക്ക് റമദാനിന്റെ യഥാർത്ഥ പ്രതിഫലം ലഭിക്കുകയില്ല. മാതാപിതാക്കളുടെ പ്രീതിയിലാണ് അല്ലാഹുവിന്റെ പ്രീതിയെന്ന് നാം എപ്പോഴും ഓർക്കണം. നമുക്ക് ഒരുമിച്ച് മാറാം. പ്രിയപ്പെട്ടവരെ, വെറുമൊരു പട്ടിണി കിടക്കൽ മാത്രമല്ല നോമ്പ്. അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള വലിയൊരു അവസരമാണ്. നിസ്കാരത്തിലും സൽക്കർമ്മങ്ങളിലും നമുക്ക് കൂടുതൽ ശ്രദ്ധാലുക്കളാകാം. നമ്മുടെ നാവുകൊണ്ട് മറ്റൊരാളെയും വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാം. മാതാപിതാക്കളോടും കുടുംബത്തോടും എപ്പോഴും ചേർന്നു നിൽക്കുക. ഈ അറിവ് നിങ്ങളിൽ മാത്രം ഒതുക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എത്തിക്കുക. നിങ്ങൾ വഴി ഒരാൾ നന്മയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുണ്യമായിരിക്കും. ഈ പുണ്യമാസത്തിലെ സുഹൃതങ്ങൾ പൂർണ്ണമായി നേടിയെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.